എന്നാലും ഇതൊക്കെ ഉള്ള കഥയാണോ? എന്ത് എനിക്ക് പിന്നെ എനിക്ക് ഊഞ്ഞാലിരിക്കാൻ പാടില്ലേ? അല്ല, ഞാൻ വരുമ്പോ നീ എന്താണ് ആലോചിച്ചിരുന്നത്? അത് പണ്ട് അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു രക്ഷിക്കഥ, ഒരു പ്രേതകഥയൊക്കെ. അത് ആലോചിച്ചിരുന്നു. കഥ പറ. രണ്ടും കൂടെ എന്താ പരിപാടി? നീ ഇരുന്നേ, ഞാനിരിക്കട്ടെ. നീ എന്നെ പറഞ്ഞു കൊടുക്കേ. പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയുന്ന കെട്ടുകഥകൾ ഇവിടെ വിശ്വസിച്ച് ആലോചിച്ചിരിക്കുവാനാണ്. കെട്ടുകഥകളൊന്നല്ല, ഇല്ല കാര്യം തന്നെയാ അത്. എന്നാ അവളെന്ന് പറഞ്ഞേ. എടി, നിനക്കൊക്കെ അറിയാവുന്നല്ലേ ഈ താഴെയുള്ളൊരു നീല വീട്? അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പാറക്കൂട്ടം, ഒരു ഇരുണ്ട സ്ഥലം. അവിടെ ഒരു ചേച്ചി ചാടി മരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ അമ്മൂമ്മ പറഞ്ഞത്. പക്ഷെ ശരിക്കും എന്താണെന്ന് നമുക്കറിയില്ല. അത് പിന്നെ യക്ഷിയായി മാറി. ഇപ്പം മരിച്ചവരാണോ യക്ഷി അല്ലെങ്കിൽ ഉള്ളതാണോ യക്ഷി എന്നൊന്നും ആർക്കും അറിയില്ല. എന്ത് ചാടി മരിക്കാൻ? എവിടുന്നാ മരിച്ചേ? എടി, അവിടെ കുറേ മരമില്ലേ, അതിലേതോ ഒരു മരത്തിൽ നിന്ന് ആ ചേച്ചി ചാടി മരിച്ചതാ. കുടുംബ വഴക്ക് കാരണം ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. നേരെ മരത്തിൻ്റെ മുകളിലേക്ക് ചാടിയിട്ട് അതിൻ്റെ താഴെ നിന്ന് മരിച്ചു. ചാടി വെച്ചു. എനിക്കെന്താ അറിയില്ല. ഇപ്പോഴും ആ ചേച്ചിയുടെ കരച്ചിലും വിളിയൊക്കെ അവിടെ കേൾക്കാം. അങ്ങനെയാണ് ഈ ചേച്ചി യക്ഷിയായി മാറിയത്. ചേച്ചി രാത്രിയിലൊക്കെ യക്ഷിയുടെ രൂപത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ വഴിയിലേക്കൂടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതല്ലേ, അത് ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവുന്നടി.